ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നും ഒരു മെയിൻ്റനൻസ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. സ്ഥലം നമ്മുടെ കൃഷ്ണൻകോട്ടയിലാണ്. ഒരു 3 വർഷത്തിന് മുന്നേ നമ്മൾ ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്ത യൂണിറ്റ് ആണ്. പിന്നെ അവിടെയാണെങ്കിൽ നന്നായിട്ട് ചെമ്പാരൻ അയൺ കണ്ടന്റ് നല്ല രീതിയിലുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഒരു വെസൽ ഫിൽട്രേഷന്റെ ആവശ്യകത ഉള്ള ഏരിയയാണ്. അപ്പൊ നമുക്കൊന്ന് പോയി നോക്കാം. എന്നുള്ള വിശേഷങ്ങളെല്ലാം നമുക്ക് സൈറ്റിൽ ചെന്നിട്ട് നേരിട്ട് കണ്ടറിയാം. അപ്പോൾ നേരിട്ട് സൈറ്റിൽ. അങ്ങനെ നമ്മൾ സൈറ്റിലേക്ക് എത്തിച്ചേർന്നു. ഇതാണ് നമ്മുടെ പ്യൂരിഫയർ. സമയം കളയാണ്ട് നമുക്ക് എത്രയും വേഗം ഇതിന്റെ കംപ്ലൈന്റ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാം. കഴിഞ്ഞ ദിവസം മാറ്റിയതാണെങ്കിലും ഇതിന്റെ പ്രീ ഫിൽട്ടർ നമുക്ക് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇന്നലെ അവർ ഈ പ്രീ ഫിൽട്ടർ മാറ്റിയതായിരുന്നു. വലിയ കാര്യമായ അഴുക്ക് ഇതിൽ കാണിക്കുന്നില്ല. ആദ്യത്തെ ഫിൽട്ടറായ 5 മൈക്രോൺ സെഡിമെന്റ് ഫിൽട്ടർ ക്ലിയർ ആണ്. ഇതിലാണ് ഫിസിക്കൽ ഇംപ്യൂരിറ്റീസും സെഡിമെന്റ്സും ഹോൾഡ് ആവുന്നത്. ഇത് കഴിഞ്ഞ ദിവസം കസ്റ്റമർ മാറിയിരുന്നു. രണ്ടാമത്തെ ഫിൽട്ടറായ അയൺ റിമൂവർ ചെക്ക് ചെയ്തപ്പോൾ ആദ്യത്തെ ഫിൽട്ടറിനെ അപേക്ഷിച്ച് രണ്ടാമത്തെ ഫിൽട്ടറിൽ വരുന്ന ഫ്ലോ വളരെ കുറവായിരുന്നു. രണ്ടാമത്തെ ഫിൽട്ടർ അഴിച്ചു നോക്കിയപ്പോൾ അത് ഫുള്ളി ചോക്ക്ഡ് ആയിരുന്നു. ആദ്യത്തെ ഫിൽട്ടർ ചേഞ്ച് ചെയ്യാൻ വൈകിയത് മൂലമുണ്ടായ ബുദ്ധിമുട്ടാണിത്. പഴയ അയൺ റിമൂവർ കാട്രേജ് മാറ്റി പുതിയ അയൺ റിമൂവർ കാട്രേജ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അക്വറ്റ എന്ന കമ്പനിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് പോലെ അയൺ റിമൂവർ ചേഞ്ച് ചെയ്തതിന് ശേഷം പ്രീ ഫിൽറ്റർ ഏരിയ ഏകദേശം ക്ലിയർ ആയി. ഇപ്പോൾ വെള്ളം നല്ല സ്പീഡിൽ തന്നെയാണ് വരുന്നത്. അടുത്തതായിട്ട് യൂണിറ്റിന്റെ അകത്തെ ഫിൽറ്ററും കൂടി ചെക്ക് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്.
യൂണിറ്റിന്റെ അകത്തെ ഫിൽറ്ററുകൾ ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് പുറത്ത് ചോക്കായതുപോലെ തന്നെ അകത്തെ ഫിൽറ്ററും ചോക്കായിരിക്കുന്നതാണ്. യൂണിറ്റിനകത്തെ ആദ്യത്തെ ഫിൽറ്ററായ പ്രീ കാർബൺ ഫിൽറ്റർ ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് അത് ഫുള്ളി ചോക്ക്ഡ് ആയിരിക്കുന്നതാണ്. ഇതിന്റെ ദൗത്യം എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിലുണ്ടാകുന്ന ക്ലോറിന്റെ അംശവും അതേപോലെ ബാഡ് സ്മെല്ലും നീക്കം ചെയ്യുക എന്നതാണ് ഇതിന്റെ ജോലി. ഈ ഒരു പുതിയ ഫിൽറ്ററും ലെക്സ്പ്യൂർ എന്ന കമ്പനിയുടെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഇതിന്റെ പെർഫോമൻസ് കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വീഡിയോയിൽ വ്യക്തമാകുന്നുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. റിജക്റ്റ് വാട്ടർ പുറത്തേക്ക് പോകുന്നതും അതേപോലെ പ്രൊഡക്റ്റ് വാട്ടർ നമ്മുടെ ടാങ്കിലേക്ക് വന്ന് വീഴുന്നതും. നമുക്ക് മൊത്തത്തിൽ 2 ഫിൽറ്ററാണ് ഇവിടെ ചേഞ്ച് ചെയ്യേണ്ടി വന്നത്. ഒരു അയൺ റിമൂവറും ഒരു പ്രീ കാർബണും. അങ്ങനെ നമ്മുടെ വർക്ക് ഏറെക്കുറെ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ബോക്സ് അപ്പ് ചെയ്ത് നോർമലൈസ് ചെയ്യാം. അപ്പൊ നമ്മൾ അങ്ങനെ ആ മെയിൻ്റനൻസ് കഴിഞ്ഞ് തിരിച്ചെത്തി. അവിടെ നിങ്ങൾ വീഡിയോയിൽ കണ്ടതുപോലെ പ്രീ ഫിൽറ്റർ ആയിരുന്നു അവിടുത്തെ വില്ലനായത്. പ്രീ ഫിൽറ്റർ ചേഞ്ച് ചെയ്യാൻ വന്ന കാലതാമസമാണ് ഓരോ ഫിൽറ്ററുകളും ബ്ലോക്ക് ആവാനുള്ള കാരണം. മാസം മാസം അവിടെ അവർക്ക് ആ പ്രീ ഫിൽറ്റർ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യതയുണ്ട്. കസ്റ്റമർക്ക് ഒന്നും കൂടി അത് വ്യക്തത വരുത്തി കൊടുത്തു. അവിടെ ആക്ച്വലി ഒരു വെസൽ ഫിൽട്രേഷന്റെ ആവശ്യതയാണ് ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇനിയും ഇതേപോലുള്ള വീഡിയോകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതുവരെ നമസ്കാരം.